എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ RC പുതുക്കുമ്പോഴും ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്തെന്നും എങ്ങനെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യാമെന്നുമാണ് ഇന്നിവിടെ നോക്കുന്നത്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ RC റിന്യൂവൽ എങ്ങനെ ഓൺലൈനായി ചെയ്യാമെന്നതിൻ്റെ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ എങ്ങനെ ഓൺലൈനായി ചെയ്യാമെന്നതിൻ്റെയും വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിരിക്കാം. ഈ പ്രോസസ്സുകൾ ചെയ്യുമ്പോഴാണ് അഫിഡവിറ്റ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. ഇത്തരത്തിൽ RCയും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ ധാരാളം വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ RC പുതുക്കുന്നതിനുള്ള അപേക്ഷകളിന്മേൽ ഫീസ്, ഫൈൻ എന്നിവ ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ വർദ്ധിപ്പിച്ച വിജ്ഞാപനം പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തടയുകയും അപേക്ഷകൾ ലഭിക്കുമ്പോൾ വർദ്ധിപ്പിച്ച നിലയ്ക്കുള്ള ഫീസ്, ഫൈനുകൾ തുടങ്ങിയവ കേസിൻ്റെ അന്തിമ ഉത്തരവ് അനുസരിച്ച് പിന്നീട് വേണ്ടി വന്നാൽ അടച്ചുകൊള്ളാമെന്ന് അപേക്ഷകരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചുകൊണ്ട് ഇത് പ്രോസസ്സ് ചെയ്യേണ്ടുന്നതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. വാണിജ്യ വാഹനങ്ങളുടെ കാലാവധി അവസാനിച്ച ഫിറ്റ്നസ് പുതുക്കുമ്പോഴും ഈ ഒരു നിബന്ധന ബാധകമാണ്. വാഹന ഉടമകൾ ഫയൽ ചെയ്ത കേസിൻ്റെ ഇടക്കാല ഉത്തരവനുസരിച്ചാണ് ഇങ്ങനെയൊരു വിധി വന്നതും. രജിസ്ട്രേഷൻ റിന്യൂവലിനും അതുപോലെ തന്നെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുവാനുമുള്ള പ്രോസസ്സിൽ ചെറിയൊരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിനായിട്ട് സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ നമുക്ക് ഓൺലൈൻ സർവീസ് എന്ന് മുകളിൽ കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം താഴെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ പ്രസ് ചെയ്ത് സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം പഴയതുപോലെ നമ്മൾക്കിവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫറിൻ്റെയും അതിനോടൊപ്പം RC റിന്യൂവലിൻ്റെയും രജിസ്ട്രേഷൻ റിന്യൂവലിൻ്റെയും ലിങ്കുകൾ ലഭിക്കും. അതുപയോഗിച്ച് പഴയതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം. അതിൻ്റെ വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. ഇവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി നമുക്ക് ആ ലിങ്കുകളിൽ പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ 15 കൊല്ലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ RTOകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ RTO ഓഫീസ് മാറുകയും നിങ്ങളുടെ RCയിലെയും ID പ്രൂഫിലെയും അഡ്രസ്സ് മാറാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ID പ്രൂഫിലെ ഉള്ള പുതിയ RTO ഓഫീസിലോ അല്ലെങ്കിൽ നേരത്തെ RTO ഓഫീസിലോ ഒരു സർവീസ് റിക്വസ്റ്റ് കൊടുത്തിട്ട് വേണം റിന്യൂവൽ ഫീ അടയ്ക്കാൻ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇപ്പോഴത്തെ RTOയിൽ ആ ഫീസ് ലഭിക്കുകയുള്ളൂ. രജിസ്ട്രേഷൻ റിന്യൂവൽ ഡേറ്റിന് 60 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ റിന്യൂവൽ എവിടെയാണോ ഓഫീസ് ആ ഓഫീസിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഓണർക്ക് നേരിട്ട് പോകാൻ കഴിയത്തില്ലെങ്കിൽ നമുക്ക് ഓതറൈസ് ചെയ്ത് അടുത്ത ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഓതറൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. RCയിലെ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ റിന്യൂവലിനൊപ്പം RC അഡ്രസ്സും മാറ്റാവുന്നതാണ്. RC അഡ്രസ്സ് എങ്ങനെ മാറ്റാം എന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതാണ് അഫിഡവിറ്റ്. ഇവിടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും തൊട്ട് താഴെ രജിസ്ട്രേഷൻ കാലാവധി അല്ലെങ്കിൽ ഫിറ്റ്നസ് കാലാവധി തീരുന്ന ഡേറ്റും കൊടുത്താണ് ഫില്ല് ചെയ്യേണ്ടുന്നത്. തൊട്ട് താഴേക്ക് വന്നതിന് ശേഷം ഉടമയുടെ പേരും ഒപ്പും RCയിലെ അഡ്രസ്സും അതുപോലെ RCയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും എഴുതി ചേർക്കണം. കാലാവധി കഴിഞ്ഞ് ഫൈൻ വരുന്ന വാഹനങ്ങൾക്ക് ആദ്യം കാണുന്ന അഫിഡവിറ്റും ഫൈൻ ഇല്ലാത്ത വാഹനങ്ങൾക്ക് താഴെ മറ്റൊരു അഫിഡവിറ്റ് കാണിക്കുന്നുണ്ട്. അതുമാണ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ പുതുക്കുവാൻ വൈറ്റ് പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. രജിസ്ട്രേഷൻ റിന്യൂവലിൻ്റെ കാര്യത്തിൽ ഈ വൈറ്റ് പേപ്പറിൽ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകുമെന്നാണ് വിജ്ഞാപനത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒട്ടുമിക്ക RTOകളിലും അങ്ങനെ തന്നെ മതിയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ചില RTOകളിൽ മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് വാങ്ങിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റുമ്പോഴാണ് ഇത്തരത്തിൽ അഫിഡവിറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ചില RTOകളിൽ 100 രൂപയുടെയും 200 രൂപയുടെയും ഒക്കെ മുദ്രപത്രങ്ങളിൽ അഫിഡവിറ്റ് വാങ്ങിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളിത് നിങ്ങളുടെ RTOയിൽ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ RTOയിൽ അന്വേഷിച്ച് അവർ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടുന്നത്. അഫിഡവിറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നും കോപ്പി ചെയ്ത് അഡ്രസ് ബാറിൽ പേസ്റ്റ് ചെയ്ത് എടുക്കുവാൻ ശ്രമിക്കുക.
ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.